നിങ്ങളൊരു BMS സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും നമ്മുടെ സിലബസ് വളരെ 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 പുതിയതാണെന്ന്. കാരണം ഇയർ ബൈ സിസ്റ്റം ആയിരുന്ന നമ്മുടെ സിലബസിനെ പ്രൊഫാക്കി മാറ്റി. അതായത് ഒരു വർഷം ഉണ്ടായിരുന്ന കോഴ്സുകളെ 1.5 വർഷം എന്ന കണക്കിലേക്ക് 3 പ്രൊഫുകളാക്കി തിരിച്ചപ്പോൾ നമ്മുടെ സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി ചെയ്യാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്കത് എപ്പോഴും അയ്യോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, പഠിച്ചു തീർക്കാൻ പറ്റുമോ, ഈ 1.5 വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ലാതെ ആയിരിക്കും നമ്മളെല്ലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഇപ്പോൾ നീറ്റിന് ഏകദേശം 31 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പം നീറ്റിൻ്റെ സമയം കൂടി അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ BMSനോട് പൊതുവേ ഒരു താല്പര്യവും കുറവാണ്. ശരിയല്ലേ? നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് തവണ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് ഡ്രോപ്പ് വന്നിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഇയർ കളയണോ അങ്ങനെയുള്ള സംശയങ്ങളും ഒക്കെ പല ഫാക്ടേഴ്സാണ് BMS എന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ വളരെ ചുരുക്കം ചില കുട്ടികൾ മാത്രം ഇൻട്രസ്റ്റോട് കൂടി, അല്ലെങ്കിൽ ചില പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ആ ആൾക്കാരുടെ ഫാമിലിയിൽ നിന്നുള്ളവരും BMS കോഴ്സിലേക്ക് വരാറുണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഇതിനകത്ത് വന്നുപെട്ടു, പക്ഷെ അപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ, അല്ലേ? ലാംഗ്വേജ് ബാരിയറെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത് സംസ്കൃതത്തിനെ കുറിച്ചാണ്. അതായത് സംസ്കൃതം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസ്കൃതം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല. ഞാൻ എൻ്റെ ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും ഞാൻ 3 വർഷം ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ ആണെങ്കിലും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത് ഹിന്ദിയാണ്. അപ്പോൾ അക്ഷരങ്ങളൊക്കെ പ്രശ്നമില്ല, അത് എഴുതുന്നത് പ്രശ്നമില്ല. പക്ഷെ സംസ്കൃതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അതൊക്കെ എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഇവിടെ ആയുർവേദത്തിൽ മോഡേൺ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആയുർവേദ പോർഷൻസ് ആണ്. അതായത് എല്ലാം സംസ്കൃതത്തിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മീനിങ് മനസ്സിലാക്കുക അതൊരു വലിയ ബാരിയർ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗൈഡ് ചെയ്യാനുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് കുറവാണ്. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തി പഠിക്കുക, അതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇല്ല. പക്ഷെ വൺസ് യു സക്സീഡ് ഇൻ ദിസ് it will be become awesome. See, അതായത് initial few days, I am currently a third prof BMS student, and initial days of first prof and second prof I felt difficulty. For example, എനിക്ക് ആകെ സംസ്കൃതത്തിൽ അറിയാമായിരുന്ന ഒരു ശ്ലോകം ഞാൻ പറയാം. കാരണം അയം നിജം പരോ വേദി ഗണനാ ലഘു ചേതസാം ഉദാര ചരിതനാം തു വസുദൈവ കുടുംബകം. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പേരാണ് സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്നൊരു GS പ്രദീപ് സാറിൻ്റെ ഓസം ബുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബുക്കാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഏതോ ഒരു ചാപ്റ്ററിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അത് സംസ്കൃതമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പഠിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ എസ്സേ കോമ്പറ്റീഷൻസിലൊക്കെ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് പ്രൊഫ് ആയപ്പോഴത്തേക്ക് സ്വസ്ഥവൃത്തത്തിൽ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ സംഭവം ഇപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആയി വന്നപ്പോഴത്തേക്ക് വാവ് ഇത് കൊള്ളാം, അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ശ്ലോകാസ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര പാടാണ്, മെമ്മറൈ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ന് കരുതി ഈ ഫസ്റ്റ് പ്രൊഫും സെക്കൻഡ് പ്രൊഫും എല്ലാ ശ്ലോകാസൊന്നും ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പലതും ചിലപ്പോൾ വൈവയ്ക്ക് അരമണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും പല ശ്ലോകാസും ഞാൻ കേൾക്കുന്നതിന്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പം അതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ശ്ലോകാസ് ഇപ്പോൾ നമ്മളിപ്പോൾ വാദം പിത്തം കഫം അങ്ങനെയാണല്ലോ 3 ടേംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ടേംസും പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മീനിങ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ വാദം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒറിജിൻ, അതായത് ആ വേർഡ് എങ്ങനെ ഉണ്ടായി, തത്ര വാ ഗതി ഗന്ധന്നയോഹോ. ഓക്കെ, ഇനി പിത്തമാണെങ്കിൽ തബ് സന്താപൈ തബ് ദാഹെ തബ് ഐശ്വര്യ. ഇനി കഫമാണെങ്കിൽ ശ്ലേഷ് ആലിംഗനെ. ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫ്രേസസിൽ നിന്നാണ് ഈ ഓരോ വാക്കുകളും വന്നത്. അതുപോലെ തന്നെ പ്രകൃതി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ പ്രകൃതിയെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം.
പ്ര ഉപസർഗപൂർവക കൃ ധാതു പ്ര കൃ തി. ഓക്കെ, വാദം പിത്തം കഫം അങ്ങനെ ഒരു ഞാൻ തന്നെ ഇപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇനിഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പൊ തന്നെ ഇത് പറയാൻ പറ്റിയത്. പക്ഷെ എന്ന് കരുതി ഫുൾ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞെന്ന് വെച്ച് ഞാൻ എന്തോ കുറേ കാര്യങ്ങൾ അറിയാവുന്ന ആളായിട്ട് ആരും വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ കോഴ്സ് അങ്ങനെയാണ്, അതായത് കഷ്ടപ്പെടാതെ നമുക്കൊന്നും സക്സസ് ആവാൻ പറ്റില്ലല്ലോ, അതൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലംസ്, അതായത് BAMS പഠിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊഫൈൽ ഇപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൊഫൈൽ ഇപ്പോൾ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ഒരു ചെറിയ രീതിക്കെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് പ്രണവ്യ and I am currently the final prof BAMS student. Today in this video I am going to talk to you about no, not about. Today we are going to discuss about how to mastering your first prof BAMS like a pro. Okay, अब നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ളത് ചെസ് നമ്പർ 1, that is syllabus. Okay, നമ്മൾ നീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓൺലി 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. അത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. സോ ഐ ഹാവ് എ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കെമിസ്ട്രി കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ബയോളജി എളുപ്പമായിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്താണ്, ഫിസിക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു BAMS കോഴ്സ് എടുത്തു വന്നു. ഇപ്പൊ കരിക്കുലം തന്നെ ചേഞ്ച് ആയി. അപ്പോൾ 1.5 വർഷത്തെ കോഴ്സായി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ സിലബസിൽ കൂടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നത് രചനാശാരീരം, ക്രിയാശാരീരം, പദാർത്ഥ വിജ്ഞാനം, സംഹിത ആൻഡ് സിദ്ധാന്ത, ദെൻ സംസ്കൃതം. ഓക്കെ, ഇതെല്ലാം പഠിക്കുന്നത് സംസ്കൃത് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതായത് ഇതിന്റെ എല്ലാം മോഡേൺ പഠിക്കും. ഇപ്പൊ രചനാശാരീരം ആണെങ്കിൽ നമ്മുടെ അനാറ്റമി, ക്രിയാശാരീരം ആണെങ്കിൽ ഫിസിയോളജി, പദാർത്ഥ വിജ്ഞാനം അത് ബേസിക് ടേംസിനൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ആയുർവേദമുണ്ട്, അത് നമുക്ക് ചരക സംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് അഷ്ടാംഗ ഹൃദയം, സൂത്രസ്ഥാനം ആൻഡ് ചരക സംഹിത, ആദ്യത്തെ 12 ചാപ്റ്റേഴ്സ് സൂത്രം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതും ഒരു ബാരിയർ ആയിട്ട് എടുത്താൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇനിഷ്യലി അതെല്ലാം എല്ലാവർക്കും ഡിഫിക്കൽട്ടി തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സംസ്കൃതം ആദ്യം പഠിക്കണം. ഇപ്പോൾ നമ്മൾ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? മൈ നെയിം ഈസ് പ്രണവ്യ അല്ലെങ്കിൽ മൈ നെയിം ഈസ് അരുൺ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇവിടെ നമ്മൾ സംസ്കൃതത്തിൽ നമ്മുടെ നെയിം ചോദിച്ചു, നമ്മുടെ പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക? എൻ്റെ പേര് പ്രണവിയ ആണ്. അപ്പൊ അങ്ങനെ എങ്ങനെ പറയും? മമ നാമ പ്രണവിയ. ഓക്കെ, ഞാൻ അങ്ങനെ പറയാനായിട്ട് എങ്ങനെ എത്തി എന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ പ്രൊഫസർ, അതായത് ഡോക്ടർ രാജേന്ദ്രൻ നായർ സർ, അദ്ദേഹത്തിന്റെ ക്ലാസ് മാത്രമാണ് വളരെ എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് ഒരു കുഴപ്പമില്ല, സംസ്കൃതം പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തന്നെ കോൺഫിഡൻറ്റ് തന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. ആദ്യമേ കയറി അതിൻ്റെ ഗ്രാമർ പഠിപ്പിച്ച ഈ സന്ധി സമാസം ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ല. അപ്പം ആദ്യം നമ്മൾ ഈ സംസ്കൃതത്തിനകത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് സാറിൻ്റെ ടാസ്ക് തന്നെയായിരുന്നു. അപ്പം അതിനുവേണ്ടി സാറ് ഞങ്ങൾക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ട് തരുമായിരുന്നു, നല്ല രസമുള്ള വീഡിയോസ്. അതിൻ്റെ യൂട്യൂബ് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾക്ക് സംസ്കൃതത്തിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലെ മാക്സിമം വീഡിയോസ്, അതിപ്പോൾ ഫസ്റ്റ് പ്രൊഫ് ആയിക്കോട്ടെ, സെക്കൻഡ് പ്രൊഫ് ആയിക്കോട്ടെ, ഈവൻ ദോ ബേസിക്സ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കാവ്യ ആൻഡ് ശാസ്ത്ര. അതിൻ്റെ വീഡിയോസാണ് ഞങ്ങൾ കോളേജിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇൻ കേസ് അതും പറ്റിയില്ലെങ്കിൽ വേറെ ചാനൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നല്ല രസമായിട്ട് ഒരു സാറിൻ്റെ ഒരു ടീച്ചറിൻ്റെയും ക്ലാസ് ഉണ്ട്. അത് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ട് പിന്നെ സാർ അസൈൻമെൻ്റ് ഒക്കെ തരുമായിരുന്നു. 100 സെന്റൻസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക. നമ്മൾ ആദ്യം കോപ്പി അടിച്ച് എഴുതണോ, അല്ല അറിയാവുന്നുള്ളവരടുത്ത് പോയി ചോദിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട, ഇപ്പം മമ നാമ പ്രണവിയ എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എഴുതാൻ പറ്റില്ലേ? അങ്ങനെ ഒരു 100 സെന്റൻസ് ഒക്കെ നമ്മൾ എഴുതി. പിന്നെ സാറ് സന്ധിയെക്കുറിച്ച് പഠിപ്പിച്ചു. അത് നമ്മൾ ഇപ്പൊ അഷ്ടാംഗ ഹൃദയത്തിലെ ശ്ലോകത്തിൽ നിന്ന് പിന്നെ കണ്ടുപിടിച്ചു, സമാസം കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് പിന്നെ പഞ്ചതന്ത്രം കഥകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും
ഇഷ്ടപ്പെട്ട നകുലി ബ്രാഹ്മണ കഥ, അത് ഭയങ്കര നല്ല ഒരു കഥയായിരുന്നു. അപ്പോൾ അങ്ങനെ സാർ കഥകളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട്സ്, അതൊക്കെ സാറ് കഷ്ടപ്പെട്ടിരുന്നത്, പുതിയ കരിക്കുലം ആണെങ്കിലും സാറ് കഷ്ടപ്പെട്ടിരുന്ന നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് തന്നിട്ടുണ്ട്. ആ ഒരൊറ്റ നോട്ട്സ് കൊണ്ട് മാത്രമാണ് സംസ്കൃതം പാസ്സായത്. പിന്നെ നമ്മുടെ കയ്യിലും കൂടെ കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ പഠിച്ചേ പറ്റൂ. അപ്പോൾ സിലബസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം അനാട്ടമി തന്നെയായിരുന്നു. കൂടുതൽ നമ്മൾ മോഡേൺ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് മോഡേൺ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ മൃതശരീര സംശോധന എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ ഡൈസെക്ഷനൊക്കെ ചെയ്യും, ഡൈസെക്ഷൻ ഓഫ് എ ബോഡി, അതല്ലേ. അപ്പം അതിൻ്റെ ഒരു ആയുർവേദിക് പോർഷനാണ് മൃതശരീര സംശോധന. അപ്പം അതറിയുക, അതായത് മോഡേൺ എന്തുമാത്രം, അതായത് MBBS മോഡേൺ എന്തുമാത്രം സ്ട്രോങ് ആണോ അതുപോലെ നമ്മുടെ മോഡേൺ പോർഷനും സ്ട്രോങ് ആക്കണം, ഒപ്പം ആയുർവേദ പോർഷനും സ്ട്രോങ് ആക്കണം. രണ്ടിലും നമ്മൾ സക്സസ് ആയാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരത്തിൽ കൂടിയിട്ട് വേണം ഇത് പഠിക്കാനുള്ളത്. പിന്നെ സിമ്പിളാണ്, അതായത് ഈ ഒരു സിലബസ്, അതായത് നമ്മുടെ സിലബസ് അനുസരിച്ച് NCAS ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മസ്റ്റ് നോ, ഡിസൈർ ടു നോ, നൈസ് ടു നോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ മസ്റ്റ് നോ മാത്രം പഠിച്ചാലും ജയിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു സിലബസ് കാരണം നിങ്ങൾ ആരും തോക്കില്ല. ഇനി തോറ്റേ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇൻ കേസ് നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ഉഴപ്പി നടന്നു, ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ, സെക്കൻഡ് ടൈം ആയിക്കോട്ടെ, മോഡൽ എക്സാം വരെ നമ്മൾ ഉഴപ്പി നടന്നു. പക്ഷെ നമുക്ക് ആ ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു മാസം ഉണ്ടല്ലോ, സ്റ്റഡി ലീവിന് കിട്ടുന്ന ആ ഒരു മാസം ആ സിലബസ് എടുത്ത് വെച്ച് മസ്റ്റ് നോ പോർഷൻസ് മാത്രം പഠിച്ചു നോക്കൂ, നിങ്ങൾ ജയിച്ചിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്ന് കരുതി നേരത്തെ ഉഴപ്പ് നടന്നു എന്നല്ല, ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. സോ ഈ സിലബസ് സിമ്പിളാണ്. നമ്പർ 2, വാട്ട്സ് ദാറ്റ്, ടൈം മാനേജ്മെൻറ്റ്. ബിക്കോസ് അതായത് നമ്മുടെ കോളേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം പഠിക്കാൻ പോകുന്നത്, സംസ്കൃതമൊക്കെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അത് ശരിക്കും അത് ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ആദ്യത്തെ 6 മാസം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊബേഷണറി പീരീഡാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മുടെ കോളേജിൽ ഇപ്പോൾ എല്ലാ കോളേജും വലിയ സെലിബ്രേഷൻ എപ്പോഴും ഉള്ളിടത്ത് പോലെ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. എൻ്റെ കോളേജിൽ ആയിക്കോട്ടെ, ഇപ്പം ഭയങ്കര കളർഫുള്ളായിട്ട് അങ്ങനെയൊന്നും സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റഡീസ് തന്നെയാണ്, അതുപോലെ തന്നെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് കരുതി അവിടെ ഒരു പ്രോഗ്രാംസ് നടക്കുന്നില്ല എന്നല്ല, നടക്കുന്നുണ്ട് വിത്തിൻ എ ടൈം ലിമിറ്റ്, വിത്തിൻ ആൻഡ് ഇൻ എ ഷെഡ്യൂൾ. അവരെല്ലാം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ ടൈമിനനുസരിച്ച് അവർ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് അവർ ഭംഗിയായിട്ട് തീർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിലും നമ്മൾ ടൈം മാനേജ് ചെയ്തേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡീസ് മാത്രമല്ല, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താവും, ഈ ബുക്ക് വോമിനെ കണക്കായി പോകും. അതായത് ബുക്ക് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതായത് ഒരു കോളേജ് ആകുമ്പോഴത്തേക്കും ഡാൻസും പാട്ടും എൻജോയ്മെൻറ്റും ഒക്കെ ഉണ്ടായെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ അവസാനം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ കോളേജിലൊന്നും എൻജോയ് ചെയ്തില്ല അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതായത് കിട്ടുന്ന സമയത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോളേജിൽ പ്രോഗ്രാംസ് ഒന്നും അധികം ഇല്ലാത്ത കോളേജ് ആയിരിക്കാം. ഇൻ കേസ് അങ്ങനെ വന്നാൽ പോലും നിങ്ങളുടേതായ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടെത്തൂ, അങ്ങനെ സമയം കണ്ടെത്തി ഡാൻസ് കളിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിക്കൂ. അതായത് അത് ത്രിവിധ ഉപായ, അതായത് ആദ്യം പഠിപ്പിക്കുക, പിന്നെ ഡിബേറ്റ് ചെയ്യുക. അതൊരു ത്രിവിധ ഉപായ. അത് നമ്മൾ ചരകത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു കോളേജ് ഫെസ്റ്റ് വരുന്നു, അപ്പോൾ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ തരും. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം മേക്ക് ഷുവർ ദാറ്റ് യു ഷുഡ് ക്ലിയർ അബൌട്ട് യുവർ പ്രയോറിറ്റീസ് ആയിരിക്കണം മെയിൻ ആയിട്ട് വെക്കേണ്ടത്. അപ്പോൾ
ആദ്യം സേഫ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് വെച്ചാൽ എൻജോയ്മെന്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലിയുടെ കുറച്ച് ട്രിപ്പൊക്കെ പോവുക. ലോങ് ട്രിപ്പിൽ പോകണമെങ്കിൽ അത് ഫാമിലി ആയിട്ട് പോവുക. ഇനി അല്ല ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണമെങ്കിൽ കുറച്ച് ലോ ബഡ്ജറ്റിൽ വളരെ അപകടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള യാത്രകളൊക്കെ പോയി. ഇപ്പോൾ അടുത്ത കോഫി ഷോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിരിക്കുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പോയി സിനിമയൊക്കെ കാണാൻ കുഴപ്പമില്ല, ഒറ്റയ്ക്കും പോവാം. ഇനി അല്ല കമ്പനി ആരെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും പോവാം. പിന്നെ അപ്പോഴും പ്രയോറിറ്റീസ് ആയിരിക്കണം ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ BAMS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, അവർക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല, MBBS തന്നെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഫസ്റ്റ് പ്രൊഫൈൽ വന്നിട്ടുള്ള കുറച്ച് കുട്ടികൾ അവർ ഇപ്പോഴും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, അതായത് ഈ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പോട്ടെ ഇപ്പോൾ ഫെസ്റ്റ് പോലുള്ള ഇതിൽ ഒന്ന് വിട്ടു നിൽക്കുക. കാരണം നീറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് എടുക്കുക എന്ന് കരുതി നമ്മൾ അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും BAMSൻ്റെ സിലബസ് പഠിക്കാതിരിക്കരുത്. അതായത് നമുക്ക് ഇൻ കേസ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അവസാനം ഇതിൻ്റെയും പോയി അതും പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ വരരുത്. ഈ BAMSൻ്റെ സിലബസ് പഠിക്കുക, അതിൻ്റെ കൂടെ നീറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഇൻ കേസ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതായത് ഇവിടുത്തെ BAMSൻ്റെ എക്സാം വരുവാണ്. അപ്പോൾ എക്സാം വരുമ്പോഴത്തേക്കും അതിന് പേപ്പർ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പോൾ BAMSൻ്റെ സിലബസ് അനുസരിച്ച് 3 പേപ്പറിൽ കൂടുതൽ പോയാൽ എന്താണ് നമ്മുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്രൈസിസ് കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാം. മനസ്സിലായി? ജസ്റ്റ് നമ്പർ 3, ദാറ്റ് ഈസ് ബാലൻസിങ് ആയുർവേദ വിത്ത് മോഡേൺ. ഓക്കെ, my interesting subject is anatomy. So this is according to Ayurveda, it is called Rachana Sharira. I simply explain you that Mrita Sharira Samshodhana, that is അതായത് ഡൈസെക്ഷൻ ഓഫ് എ ബോഡി. അപ്പോൾ ഡൈസെക്ഷൻ ഓഫ് എ ബോഡിക്ക് വേണ്ടി നമ്മളൊരു ഡെഡ് ബോഡി അല്ലെങ്കിൽ കെഡാവർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബോഡി, അതായത് ഫ്രഷ് ആയിട്ടൊരു ബോഡി കിട്ടുകയാണെങ്കിൽ അതിനെ എംബാം ചെയ്യുക എന്നല്ലേ നമ്മൾ പറയുന്നത്. എംബാം ചെയ്ത് സെറ്റായിട്ടുള്ള അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബോഡിയല്ലേ നമ്മൾ ഡൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആയുർവേദത്തിൽ പറയുന്നതാണ് മൃത ശരീര സംശോധന. ഇപ്പോൾ നമുക്കൊരു ശ്ലോകമുണ്ട്, തസ്മാത് സമസ്തഗാത്രം അവിശോഭാഹിതം മധീർഘ വ്യാധി പീഡിതം അവർഷശതഹം നിഹിസൃഷ്ടാന്ധ്ര പുരീശമാപഹന്യമാപകായം നിബദ്ധം പഞ്ചരസ്ഥം മുഞ്ചവൽക്കല കുശനാദീന മന്യതമേന വേഷ്ടിദാംഗ പ്രത്യംഗ. ഈ ശ്ലോകം മറന്നേ. ഓക്കെ, വാട്ടെവർ. അപ്പൊ ഇതിങ്ങനെയാണ് ഒരു ശ്ലോകം പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സമസ്തഗാത്രം, അതായത് ഒരു ബോഡി. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്മൾ അറിയണം. അതായത് ഈ കിട്ടുന്ന ബോഡി, അതായത് സെലക്ട് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത്, അതായത് എംപാമിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് 100 വർഷം പ്രായം ഉണ്ടാകാൻ പാടില്ല. അതായത് ബിലോ 100 ഏജിനായിരിക്കണം. അതുപോലെ എല്ലാ അവയവങ്ങളും ഉണ്ടായിരിക്കണം, കൈകാലുകളും അവയവങ്ങളും ഉണ്ടായിരിക്കണം. ഇനി അവരുടെ മരണം സംഭവിച്ചത് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള, അതായത് വിഷം കഴിച്ചു മരിച്ചതോ അങ്ങനെ ഒന്നും ആയിരിക്കരുത്. അതായത് സാധാരണ ഒരു രോഗം വന്നു അങ്ങനെ കിടന്നു മരിച്ച ഒരു സാധാരണ മരണത്തിലുള്ള അതായിരിക്കണം. പിന്നെ അതിനുശേഷം പിന്നെ എന്തൊക്കെ ചെയ്യാം, അത് എംബാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, അതിനെ ക്ലീൻ ചെയ്യുക. പിന്നെ അതിന് ഇന്റേണൽ ഓർഗൻസിൻ്റെയൊക്കെ അതിനകത്ത് ഇപ്പോൾ നമുക്ക് യൂറിനും അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം. ഇതിനകത്ത് പറയുന്നത് കുറേ ആയുർവേദ ഡ്രഗ്സിനെ കുറിച്ച്, ഡ്രഗ്സൊക്കെ ഇട്ട് പൂശി അതിനുശേഷം തുണി വെച്ച് അതിങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു പെട്ടിക്കകത്ത് അടച്ചിട്ട് അതിനെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ അധികം ആരും കടന്നു ചെല്ലാത്ത ഗുഹയ്ക്കുള്ളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ അതിനെ ഇങ്ങനെ വെക്കുക. വെക്കുമ്പോഴത്തേക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി അതിൻ്റെ അടുത്തുകൂടെ ഒരു ചെറിയ അരുവി എങ്ങാനും വേണം. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത്. അതിനുശേഷം ഇത് പ്രോപ്പറായിട്ട് അത് എംബാമായി എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഓക്കെ, ഡൈസെക്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ബൈൻഡ് ചെയ്തൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് പ്രകാശം കയറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഈ കെട്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിനെ കുറച്ച് ഇങ്ങനെ ബ്രഷുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂർച്ച, അത് ബ്രഷിനെ കൂർച്ച എന്നാണ് കേട്ടോ ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ 7 ദിവസം കൊണ്ട് അത് പഠിക്കുക. ഇതൊക്കെ സുശ്രുത സംഹിതയിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അന്നത്തെ കാലത്താണ്. അപ്പോൾ ആ ആയുർവേദത്തിൽ ഇത്രയും
അത്രയും പെർഫെക്റ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഡൈസെക്ഷന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, ഇനി ഡൈസെക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം, അതെങ്ങനെ നോട്ട് ചെയ്യണമെന്ന് അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് മോഡേൺ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതിനാണ് നമ്മൾ 2 സബ്ജക്റ്റുകൾ, അതായത് ആയുർവേദവും മോഡേണും പഠിക്കുന്നത്. ഇനി മോഡേൺ ഇപ്പോൾ നമുക്ക് എന്താണ്, നമുക്കിപ്പോൾ കിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോഡി കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യുക. ഓക്കെ, ഫിക്കൽ മാറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യുക, ഹെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫിമോറൽ ആർട്ടറി കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഈ സൊല്യൂഷൻ എന്താ ഫോർമാലിൻ സൊല്യൂഷൻ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഇഞ്ചെക്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രൊപ്പോർഷനൊക്കെ ഉണ്ടല്ലോ, അതായത് ഫോർമാലിൻ അതിനകത്ത് എത്ര വാട്ടർ ചേർക്കണം, അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട് കേട്ടോ. അതിന് പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പം ആ ഒരു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഓർത്തെടുത്തേ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ സ്കെയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 10 ml ഫോർമാലിഡിഹൈഡ് സൊല്യൂഷൻ, പിന്നെ അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫോർമാലിൻ സൊല്യൂഷൻ ആക്കിയിട്ട് പിന്നെ അത് ഇഞ്ചെക്ട് ചെയ്യാണ്. പക്ഷെ നമ്മൾ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള കോൺസെൻട്രേഷൻ എടുക്കണം. നമുക്കിപ്പോൾ ഒരു റെസ്പിറേറ്ററി ഡിസീസ് വന്നു, അപ്പം നമുക്ക് അപ്പോൾ ആസ്മ ആവാം, അല്ലെങ്കിൽ കഫ് ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു റെസ്പിറേറ്ററി ഡിസോർഡർ വന്നു. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ആയുർവേദം ഇപ്പോൾ അതിൽ ചിലപ്പോൾ അത് കാസമാകാം, ശ്വാസമാകാം. അപ്പോൾ അത് അറിയണം. അപ്പോൾ രണ്ടും നമുക്ക് അറിഞ്ഞെങ്കിൽ കറക്റ്റ് ഡയഗ്നോസിസിൽ നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് അനീമിയ അല്ലേ. അപ്പോൾ അനീമിയ വരുമ്പോഴത്തേക്ക് എന്താണ്, അത് ചിലപ്പോൾ എപ്ലാസ്റ്റിക് അനീമിയ ആവാം, അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ ആവാം, അങ്ങനെ ടൈപ്പ് ഡിഫറെൻ്റ് ഓഫ് അനീമിയ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അത് മലയാളത്തിൽ എന്ത് പറയും, വിളർച്ച എന്ന് പറയും. പക്ഷേ ആയുർവേദത്തിലേക്ക് അത് വരുമ്പോഴത്തേക്കും അതിനകത്ത് പാണ്ഡു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാണ്ഡു എന്ന് പറയുമ്പോഴത്തേക്കും വാദം, പിത്തം, കഫം 3 തരത്തിൽ മാത്രമല്ല 4 തരത്തിലുണ്ട് കേട്ടോ, മൃത് ഭക്ഷണജന്യ പാണ്ഡു. അപ്പോൾ അതും അതിൻ്റെ എന്തൊക്കെയായിരിക്കും, നിദാനം, സംപ്രാപ്തി, പൂർവ്വരൂപം, ലക്ഷണം, പിന്നെ സാധ്യത, പിന്നെ അതിൻ്റെ ചികിത്സ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത്രയും 5000 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഹാരിസൺ നോക്കിയാലും എന്താ വലിയ വലിയ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, മോഡേൺ പഠിക്കുന്ന ഡയഗ്നോസ് ചെയ്യുന്ന ഏത് ബുക്ക് നോക്കിയാലും എക്സാക്ട് ഇപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ ഫാർമക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 നോളജും അറിയുന്ന ഒരാൾക്ക് മാത്രമേ കറക്റ്റ് ടൈമിൽ ഏത് യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആയുർവേദവും മോഡേണും ബാലൻസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. ടെസ്റ്റ് നമ്പർ 4 ലാംഗ്വേജ് ബാരിയർ. ആദ്യം മുതലേ ഞാൻ പറയുന്നത് സംസ്കൃതത്തിനെ കുറിച്ചാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ 5.5 വർഷം പഠിക്കുമ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈവയ്ക്കൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു ശ്ലോകമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോടൊരു ശ്ലോകം പറയാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് പറയും, നേരത്തെ പറഞ്ഞ ആ ശ്ലോകം പറയണോ, വേണ്ടല്ലേ. ഇപ്പോൾ വാദപ്രകൃതി തത്ര स्तुरुष लघु चल बहु शीघ्र शीत परुष विशदः तस्य रौषाद् वादल रूक्ष अपचित अल्पशरीराः प्रदत रूक्ष श्याम सन्न सत्त जर्जर स्वराः जागरूकश्च भवन्ति. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു വലിയ ശ്ലോകം നമ്മൾ ചരകത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രൊഫൈൽ തന്നെ അത് പഠിക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മളെടുത്ത് വൈവിക്ക് വരുന്നു, ടെൽ മീ അബൌട്ട് എക്സ്ട്രാണ് ചോദിക്കുന്നത്, ടെൽ മീ അബൌട്ട് ദ വാദപ്രകൃതി ശ്ലോക, അത് റിസൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ തത്ര രൂക്ഷ ലഘു ശീത ഖല സൂക്ഷ്മശല അപ്പോൾ നമ്മൾ മറന്നു പോകും. ഫസ്റ്റ് ലൈൻ അങ്ങ് പറയും. പക്ഷേ സെക്കൻഡ് ലൈൻ പെർഫെക്റ്റ് ആയിട്ട് അറിയാം, തേർഡ് ലൈൻ അറിയാം, അടുത്ത ലൈൻ മറന്നു പോകും. സ്വാഭാവികം. ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് ആദ്യത്തെ 2 ലൈൻ, അതായത് വൈവിക്ക് കയറുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് വരെ നല്ല അനർഗളമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഘട്ടം നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊനൗൺസിയേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് സെൻറ്റൻസ് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കഴ്സീവിൽ അങ്ങ് എഴുതി അങ്ങ് ഇടും. അതുപോലെ ചില ട്രിക്സ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് എപ്പോഴും നടക്കണം എന്നില്ല. പെട്ടെന്ന് ശ്ലോകം പറഞ്ഞു നിർത്താൻ നല്ല സ്ഫുടമായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയാൽ ഓക്കെ. അതുപോലെ നമ്മളെ പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും എടുക്കാം. ടീച്ചേഴ്സിൻ്റെ ആണ് മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാം. സീനിയേഴ്സ് പറഞ്ഞു തരുമെങ്കിൽ അവരുടെ ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യുക. ഇൻ കേസ് നമുക്ക് ശ്ലോകം പഠിക്കാൻ പറ്റുന്നില്ല എന്നാൽ മീനിങ് പഠിക്കൂ, മീനിങ് പഠിച്ച് വെക്കൂ. അപ്പോൾ എക്സ്റ്റേണലോട്ട് പറയും, ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല സാർ, അറിയില്ല, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മീനിങ് പറയാം, അങ്ങനെ പറയാം. ഇപ്പോൾ സ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, സ്രോതസ്സിൻ്റെ ചികിത്സയുടെ ശ്ലോകം ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും,
അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂത്രവാഹ സ്രോതസ്സിൻ്റെ ചികിത്സയാണെങ്കിൽ മൂത്രകൃത്രത്തിൻ്റെ ചികിത്സ കൊടുക്കാം. പ്രാണവാഹ സ്രോതസ്സാണെങ്കിൽ കാസത്തിൻ്റെ ചികിത്സ കൊടുക്കാം. അപ്പോൾ അതിസാരത്തിൻ്റെ ചികിത്സ കൊടുക്കേണ്ടത് പുരീഷവാഹ സ്രോതസ്. അങ്ങനെ നമുക്ക് അറിയില്ല, ഇത് നമ്മൾ വൈവയ്ക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ല എന്ന് ഡയറക്റ്റ് പറയുന്നേക്കാളും അറിയാവുന്ന എന്തെങ്കിലും പറഞ്ഞ് അവിടെ നമ്മൾ മാർക്ക് കളയാനല്ല നോക്കേണ്ടത്, നമ്മൾ എങ്ങനെയും പാസ്സാകാനുള്ള മാർക്ക് ഒപ്പിക്കാനാണ് നോക്കേണ്ടത്. പിന്നെ അറിയാത്ത കണക്ക് ഇങ്ങനെ അവിടെ ചെന്ന് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രൊനൗൺസിയേഷൻ ശരിയാക്കുക, അല്ലെങ്കിൽ മീനിങ് പഠിക്കുക. ഇനി അതും പറ്റുന്നില്ല, നിങ്ങൾ നിമോണിക്സ് ഉണ്ടാക്കുക. ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ തമകശ്വാസത്തിൽ ഒരു ശ്ലോകം അതിൽ എന്തൊക്കെയോ നമ്മളിങ്ങനെ നിമോണിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നിമോണിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും. അറ്റ്ലീസ്റ്റ് ഒരു ഇച്ചിരി സമയം എടുത്താൽ പോലും നമുക്കത് ഓർമ്മ വരും. ഞാനങ്ങനെ നിമോണിക്സ് ആളല്ല, പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം, അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഓരോ ലൈനിൻ്റെ മീനിങ് അറിയാമെങ്കിൽ അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, ചിലർ പറയും മോട്ടിവേഷൻ കൊടുക്കാനുള്ളതാണ്, ചിലർ പറയും മോട്ടിവേഷൻ എടുക്കാനുള്ളതാണ്. എന്തുവാണെങ്കിലും മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പലതരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് ലൈഫിൽ ഉണ്ടായാലും നമ്മുടെ ഒരു എയിം ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രയോറിറ്റീസ് അത് എപ്പോഴും ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ആരും എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആവുക. ചിലപ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴായിരിക്കും, എനിക്കാണെങ്കിൽ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ ചില വാക്കുകളൊക്കെ നമുക്കിങ്ങനെ ഷോർട്സ് ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പോകും. അല്ലെങ്കിൽ നമ്മൾ കുറേ ലെക്ചേഴ്സൊക്കെ നമ്മളിപ്പോൾ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിനൊക്കെ പോയപ്പോഴത്തേക്കും കുറേ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമുക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ അവിടങ്ങളിലൊക്കെ എത്തുള്ളൂ. അങ്ങനെ ഒരു മനസ്സിലായില്ലേ, അതുപോലെ നമ്മൾ എത്തുക. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് പൊന്നു വിളയിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പാടുള്ളതായിട്ടൊന്നും ഇല്ലടോ. ഇത് സിമ്പിളാണ്. ഇത് അങ്ങനെ ഒരു ഡോക്ടർ ആവാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ആ സിലബസ് കാര്യമായിട്ടിരുന്നങ്ങ് പഠിച്ചാൽ മാത്രം മതി. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആൻഡ് ദ ഫൈനൽ ചെസ് നമ്പർ S6, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഗൈഡൻസ്. ഓക്കെ, നമ്മുടെ കോളേജിൽ നമ്മളെ അങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും അധികം ആരും കാണില്ല. കാരണം BMS ഫാക്കൾട്ടീസ് ആണെങ്കിലും എല്ലാവരും കുറവ് തന്നെയാണ്. അപ്പോൾ പക്ഷെ ചുരുക്കം ചില ഫാക്കൾട്ടീസ് എന്ന് പറയാമല്ലോ, അത് ഈ ഗോഡിനെ പോലെയാണ്. കാരണം അവർ ആ ക്ലാസ്സിൽ പറയുന്നത് മാത്രം കേട്ടാൽ മതി, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം മാക്സിമം നമുക്ക് കിട്ടുന്ന ഗൈഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഈ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റ്, എല്ലാ ബുക്കും ഇങ്ങനെ വാരി എടുത്ത് നോക്കാതെ ചില ബുക്കുകൾ മാത്രം പഠിക്കുക. അതായത് എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നല്ലത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ സീനിയേഴ്സുമായിട്ട് നല്ല ഒരു നമ്മൾ പേഷ്യൻസുമായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ സീനിയേഴ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് മാത്രം. അതായത് ചിലർക്ക് നമ്മൾ ഇങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരാൻ മനസ്സുള്ളവരുണ്ട്. എന്നാൽ ചിലർ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ നമ്മളെന്തിനാ നമ്മുടെ സമയം കളയുന്നത്, അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന അതിപ്പോൾ സീനിയേഴ്സ് തന്നെ ആവണമെന്നില്ല, PGs ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് എവിടെയാണോ നമുക്ക് ആൻസർ കിട്ടുന്നത് അവരെ അതായത് വെറുപ്പിക്കാതിരിക്കുക. അത് നമ്മളിങ്ങനെ ചോദിച്ച് ആൻസർ അവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കുക. അല്ലാണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കൂടുതൽ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് വെച്ചിട്ട് ആപ്സിലൂടെ ആയിരിക്കും BMS പഠിക്കുന്നത്. ഓക്കെ, ഷുവർ, അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പം അതായത് നമ്മുടെ ഇവിടെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. കാരണം നമ്മൾ തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ചോയ്സാണ്. നിങ്ങൾക്കൊരു ഗൈഡിനെ വേണമെന്ന് ഗൈഡിനെ വേണമെന്ന് ചിന്തിക്കുന്നതും ചിന്തിക്കാതിരിക്കുന്നതും ഒക്കെ നിങ്ങളാണ്. കാരണം ഇവിടെ ഗൈഡൻസ് കുറവാണ്. പക്ഷെ നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷണൽസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. സോ അതൊക്കെ മറികടന്ന് BMS ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ അതായത് BAMS എന്നത് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, ഈ ഒരു കോഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും യൂഷ്വലി സ്റ്റുഡൻസിന് മാത്രമല്ല പാരൻസിനായിക്കോട്ടെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ പോലെ നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു വില കിട്ടുമോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇത് സിമ്പിളാണ്. അതായത് നമ്മളും മറ്റൊരു കോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു കരിക്കുലമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളും ചെറുതല്ല, കാരണം നമ്മളും എല്ലാം പഠിക്കുന്നുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഈ ഒരു വീഡിയോ കാരണം നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.